India tribal icon has died. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും JMM സ്ഥാപക നേതാവുമായ ഷിബു സോറൻ്റെ വിയോഗ വാർത്തയ്ക്ക് BBC നൽകിയ തലക്കെട്ട്. 60കളിലെ ജാർഖണ്ഡ് മേഖല പഴയ ബീഹാറിൻ്റെ ഭാഗം. ആ സാമൂഹ്യാവസ്ഥ സങ്കല്പിക്കാനാവാത്ത വിധം പരിതാപകരമായിരുന്നു. ആദിവാസികൾക്ക് അടിമജീവിതം, ഖനി മുതലാളിമാരും കങ്കാണിമാരും പ്രകൃതി വിഭവ ചൂഷണവും. ആദിവാസി ഭൂമിയും കാർഷിക വിളകളും ബ്ലേഡുകാരും ഗുണ്ടകളും കൊണ്ടുപോയ അവിടെ ഖനി തൊഴിലാളികൾക്കിടെ മാർക്സിസ്റ്റ് മൂവ്മെൻറ്റുകളുണ്ടായി. ഒപ്പം സ്വതന്ത്ര ജാർഖണ്ഡിനായുള്ള പോരാട്ടവും. ധൻബാദ് എന്ന ഖനി തൊഴിലാളികളുടെ കർമ്മഭൂമിയിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്നുള്ള മാർക്സിസ്റ്റ് AK റോയിയും ബീഹാർ കമ്മ്യൂണിസ്റ്റ് വിനോദ് ബിഹാരി മഹാതോയും സന്താൾ വിഭാഗക്കാരനായ ഒരു യുവത്തൊഴിലാളി നേതാവിനെ കൂട്ടി ജാർഖണ്ഡ് മുക്തിമോർച്ചയുണ്ടാക്കി. ആ സന്താളുകാരനാണ് ഷിബു സോറൻ. JMM രൂപീകരിക്കുന്നതിന് മുമ്പേ സന്താൾ യുവജന പ്രക്ഷോഭങ്ങളിൽ സോറൻ സജീവമായിരുന്നു. ആദിവാസികൾക്കും ഖനി തൊഴിലാളികൾക്കും വേണ്ടി അവർ ഇറങ്ങി. കാലാന്തരത്തിൽ ഷിബു സോറൻ വലിയ നേതാവായി. തൊഴിലാളി യൂണിയനുകൾ പലതായി. AK റോയ് മാർക്സിസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റി പുനരുജ്ജീവിപ്പിച്ചു. JMM അധികാര പാർട്ടിയായി. നിരവധി വിവാദങ്ങളും കേസുകളും സോറനെ തേടി വന്നു. കൊലക്കേസിൽ ജയിലിലായി. പക്ഷേ ജാർഖണ്ഡിലെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിനും ആദിവാസിക്ക് ഒന്ന് ഒച്ചവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാക്കാനും ഇതുപോലെ ശക്തമായി പ്രവർത്തിച്ച മറ്റൊരു നേതാവില്ല അവിടെ. രാംഗഡ് ജില്ലയിലെ നെമ്രയിൽ ജനിച്ച സോറനിലൂടെയാണ് ജാർഖണ്ഡ് മേഖലയുടെ സാമൂഹ്യ രാഷ്ട്രീയം 5 പതിറ്റാണ്ടായി സഞ്ചരിച്ചത്. ബ്ലേഡ് മാഫിയ കൊലപ്പെടുത്തിയ പിതാവിൻ്റെ മകനാണ് സോറൻ. ഒരു അഭിമുഖത്തിൽ സോറൻ പറഞ്ഞു, ഗാന്ധിയനും കോൺഗ്രസ്സുകാരനുമായ പിതാവിൻ്റെ മൃതദേഹം കാണാൻ ഒരു കോൺഗ്രസ്സുകാരൻ പോലും വന്നില്ല. അത് ഞങ്ങളെ ഞെട്ടിച്ചു. ശൈലേന്ദ്ര മഹാതോ ജാർഖണ്ഡ് കി സമർഗാഥ എന്ന പുസ്തകത്തിൽ എഴുതി, സോറൻ്റെ അമ്മയോട് സംശയമുള്ളവരുടെ പേരുകൾ ചോദിച്ച പോലീസിനോട് അവർ മൗനം പാലിച്ചു. ഒരു കാര്യം മാത്രം പറഞ്ഞു, തൻ്റെ മകൻ ഇതിന് പ്രതികാരം ചെയ്യും. ആയിരത്തി 1966 തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രവർത്തിച്ച സോറൻ ബ്ലേഡ് മാഫിയകൾക്കെതിരായ ശക്തമായ മുന്നേറ്റം നടത്തി. ആദിവാസികളുടെ വയലിൽ വിളവെടുത്തപ്പോൾ പണമിടപാടുകാർ ചെയ്യാറുള്ളത് തിരിച്ചു ചെയ്തു JMM. എവിടെയെങ്കിലും ഒരു താടിയുള്ള മനുഷ്യനെ കണ്ടാൽ അത് ഷിബു സോറനാണെന്ന് ജനം കരുതിയ കാലം. JMM പരിഷ്കരണ മൂവ്മെൻറ്റുകൾ നടത്തി. ഗ്രാമീണരുടെ കടബാധ്യത, ആദിവാസി ഭൂമി തട്ടിയെടുക്കൽ, ഇതിലെല്ലാം ഇടപെട്ടു. ആദിവാസി ദലിത് മേഖലയിലെ മദ്യവിരുദ്ധ പ്രചാരണം, സാക്ഷരതാ പരിപാടി, സ്കൂളുകൾ, ധാന്യ ബാങ്കുകൾ, ഗ്രാമീണ JMM വായ്പകൾ, ഗോത്രപാരമ്പര്യം നിലനിർത്തുന്ന ജനകീയ കോടതി എന്നിവയുണ്ടാക്കി. സനത് സന്താൾ സമാജ് എന്ന പരിഷ്കരണ പ്രസ്ഥാനം മദ്യത്തിനും അന്ധവിശ്വാസത്തിനും ബഹുഭാര്യത്വത്തിനും പിന്തിരിപ്പൻ ആചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ചു. ഫസൽ ജാബ്ത് സമീൻ ജാബ്ത് ആന്തോളൻ എന്ന വിളയും ഭൂമിയും പിടിച്ചെടുക്കൽ സമരം നടത്തി. മാരോ മഹാജൻ എന്ന മുദ്രാവാക്യമുണ്ടായി. ഭൂപ്രഭുക്കന്മാരെ തല്ലാനുള്ള മുദ്രാവാക്യം. സോറൻ തലകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് എന്ന് ജാർഖണ്ഡിലെ പഴയ കമ്മ്യൂണിസ്റ്റുകൾ പറയും. ആദിവാസി കുട്ടികൾക്കായി തുണ്ടിയിൽ സോറൻ രാത്രി പാഠശാല തുടങ്ങി. നിരോധിത മാവോയിസ്റ്റുകളുമായി ബന്ധമുള്ള ലാൽഖണ്ഡികളുടെ പിന്തുണ സോറനുണ്ടായി. അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി വീണ്ടെടുക്കാനുള്ള നീക്കം 70കളിൽ ഭൂവുടമ ഏറ്റുമുട്ടലിന് വഴിവെച്ചു. 100 കണക്കിന് ആദിവാസികൾ കൊല്ലപ്പെട്ടു. ചിരുത്തി കൂട്ടക്കൊലയുണ്ടായി. 75 ജംതാരയിലെ ചിരുത്തിയിൽ JMM റാലിയെ പണമിടപാടുകാർ ആക്രമിച്ചതാണ് തുടക്കം. പ്രകോപിതരായ സോറനാനുയായികൾ പണമിടപാടുകാരെ ആക്രമിച്ചു. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 9 പേർ മുസ്ലിങ്ങൾ. ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കം സോറൻ തടഞ്ഞു. പക്ഷേ കൊലക്കേസ് സോറൻ്റെ പേരിൽ അറിയപ്പെട്ടു. കോൺഗ്രസ് സ്വാധീന മേഖലയായി അതോടെ പ്രദേശം. 4 നൂറ്റാണ്ടിന് ശേഷം BJPയുടെ വരവോടെ ആ മുസ്ലിം സ്വാധീന പ്രദേശങ്ങൾ JMMൻ്റെ വോട്ട് ബാങ്കായി തിരിച്ചു വന്നു. എഴുപതുകളുടെ അവസാനത്തിൽ
മറ്റൊരു കൊലക്കേസിൽ സോറൻ അകത്തുപോയി. പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടു. ചിരുത്തി കേസ് നീണ്ടുപോയി. 94 മറ്റൊരു കൊലക്കേസിൽ സോറൻ ശിക്ഷിക്കപ്പെട്ടു. കേന്ദ്രമന്ത്രിസ്ഥാനം പോയി. ജയിൽവാസം വന്നു. പക്ഷേ 2008 തെളിവില്ലെന്ന് കണ്ട് വീണ്ടും കുറ്റവിമുക്തൻ. 80കളിലെ കോൺഗ്രസ് സഖ്യത്തോടെ ചുവപ്പൻ ലാൽഗഡ് ഗ്രൂപ്പുകളുമായി സോറൻ വഴിപിരിഞ്ഞു. പഴയ മാർക്സിസ്റ്റ് മുഖം JMMന് ഇല്ലാതായി. പ്രത്യേക സംസ്ഥാനത്തിനായി JMM പ്രക്ഷോഭം നടത്തി ഒടുവിൽ 2000 ജാർഖണ്ഡുണ്ടായി. പക്ഷേ അപ്പോഴേക്കും അതിനായി ജീവിച്ച നേതാവ് എല്ലാ അർത്ഥത്തിലും ദുർബലനായിരുന്നു. ആ തെരുവ് പോരാളിക്ക് അധികാര ഇടനാഴികളുടെ തന്ത്രപരമായ പാതകളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. അടിയന്തരാവസ്ഥയിൽ തുണ്ടിയിലെ സോറന്റെ ആശ്രമം ആശ്രയ കേന്ദ്രമായിരുന്നു. ദിഷോം ഗുരു, ജന്മദേശത്തിൻ്റെ നായകനെന്ന് അയാൾ വിളിക്കപ്പെട്ടു. 2006 വനാവകാശ നിയമവും 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലും സോറനുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു. ജാർഖണ്ഡ് പോരാടി നേടി 4 നൂറ്റാണ്ട് തികഞ്ഞ ഓഗസ്റ്റ് 4 തന്നെ സോറൻ മരണത്തിന് കീഴടങ്ങി. പക്ഷേ ആ ചരിത്രം വിസ്മരിക്കാനാവില്ല.